വൈകുന്നേരം ആയപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തക്കാളി കറക്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ കിട്ടില്ല കേട്ടോ, കാക്ക എടുത്തിട്ട് പോവും. അങ്ങനെ ഞാനതങ്ങ് പൊട്ടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കാൻ തോന്നില്ല. പൊട്ടിച്ച് ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടുകയില്ല. എന്നാൽ പിന്നെ അതെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്ത് കണ്ട് അകത്ത് വന്ന് ശരിക്കും എടുത്തപ്പോൾ നല്ല രസം അത് കാണാനായിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ കാച്ചിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാച്ചിൽ പുഴുങ്ങിയത് ചമ്മന്തിയും ചായയും കൂടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാച്ചിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കാച്ചിലാട്ടോ, നമ്മുടെ വീട്ടിൽ കാച്ചിലൊന്നുമില്ല. പിന്നെ വൈകുന്നേരം നമുക്ക് മീഷോന്ന് വൈകുന്നേരം ഉച്ചയായപ്പോഴേക്കും വന്നതാട്ടോ. പക്ഷേ വൈകുന്നേരമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ശരിക്ക് ചില്ലാന്ന് വിചാരിക്കും, പക്ഷേ ചില്ലല്ല കേട്ടോ, ഗ്ലാസിൻ്റെ അല്ല, പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ പഴയ പാത്രത്തിൽ നിന്ന് പുതിയ പാത്രത്തിലേക്ക് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ സ്പൂണുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. പരിപ്പ്, പയർ, കടല അങ്ങനെ എല്ലാം ഞാൻ മാറ്റിയിട്ടു കേട്ടോ. ചെറുത് വലുത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊന്ന് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ബിരിയാണി കേട്ടോ ഞാൻ ഓർഡർ ആക്കിയത്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെ ചെമ്മീൻ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ചാർ നല്ല അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. ഇരുമ്പാമ്പുളിയുടെ അച്ചാറായിരുന്നു. പിന്നെ നല്ല മുഴുത്ത ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഏട്ടനാണെങ്കിൽ പൊറോട്ടയും അതുപോലെ തന്നെ ചില്ലി ഗോപിയായിട്ട് കഴിച്ചത്. തെറ്റയുടെ ഇടയിൽ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ നിർത്താൻ മറന്നുപോയി. അപ്പോൾ ബൈ.